ടീച്ചേഴ്സ് അക്കാഡമി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്, നാഡീ വ്യൂഹം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലേ. അതിൻ്റെ 4 ലെസൺ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഹ്യൂമൻ സ്കെൽട്ടൻ എന്നും എന്താണ് ബ്രെയിൻ എന്നും എന്തൊക്കെ തരത്തിലുള്ള രോഗങ്ങൾ കാണാം, ഇതിനെ പറ്റിയെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകൾക്ക് കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരാം. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നോണം നമ്മുടെ ഈ മൊഡ്യൂളിലെ ഏറ്റവും അവസാനത്തെ ലെസണിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രഥമ ശുശ്രൂഷ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഫസ്റ്റ് എയ്ഡ്? നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് അല്ലേ. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റുകയോ, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പരിക്ക് ഒരു വ്യക്തിക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള വഴി നമ്മൾ അന്വേഷിക്കണം. ആ ആശുപത്രിയിൽ പോകുന്ന വഴിക്ക് ആ വ്യക്തിയെ കൂടുതലായിട്ട് അത് റിസ്ക് ഫാക്ടർ ആവാതെ എങ്ങനെയൊക്കെ റിസ്ക് കുറയ്ക്കാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ സഹായം നമുക്ക് ആ വൈദ്യപരിശോധന എത്തുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റുമോ, ആ സഹായങ്ങളെ എല്ലാം ഒത്തിണക്കി നമ്മൾ പറയുന്ന ഒരു പേരാണ് എന്ത്, പ്രഥമ ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പരിക്ക് പറ്റുകയോ ഒരു ആക്സിഡന്റ് വരികയോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോഴും ആ വ്യക്തിയെ നമ്മൾ എത്രയും പെട്ടെന്ന് എവിടെ എത്തിക്കണം? ആശുപത്രിയിൽ എത്തിക്കണം. ആ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുന്നതിന് മുൻപേ ആ വ്യക്തിക്ക് നമുക്ക് എന്തെങ്കിലും സഹായം നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അത് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഒരു ബ്രാഞ്ചിനെ നമ്മൾ എന്ത് പറയുന്നത്, പ്രഥമ ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഭാഗത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം കാണുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് എയ്ഡിന്റെ 3 Pകൾ ഏതാണെന്നാണ്. 3 Ps ഏതൊക്കെയാണെന്നാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അത് മലയാളത്തിലും ചോദിക്കും, ഇംഗ്ലീഷിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഓപ്ഷൻസ് ഇങ്ങനെ തരും, 3 Pകളുടെ ഓപ്ഷൻ തരും. അതിൽ ഏതാണ് കറക്റ്റായിട്ട് Pന്റെ ഓപ്ഷൻ വരുന്നത് എന്ന രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ, ജീവൻ പരിരക്ഷിക്കുക. അതായത് ഫസ്റ്റ് P എന്ന് പറയുന്നത് പ്രിസർവ് ലൈഫാണ്. നമ്മുടെ ഒരാളെ ജീവൻ എന്ന് പറയുന്നത് വളരെ അമൂല്യമായ ഒരു കാര്യമാണ്. അത് മാക്സിമം നഷ്ടപ്പെടാതെ അതിനെ നമുക്ക് എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ നമുക്ക് അതിനെ പരിരക്ഷിക്കാൻ പറ്റും, അതാണ് എന്ത് ഫസ്റ്റ് എയ്ഡിന്റെ ആദ്യത്തെ P കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രിസർവ് ലൈഫ് അഥവാ ജീവൻ പരിരക്ഷിക്കുക എന്നത്. രണ്ടാമത്തത് നോക്കിക്കേ, പ്രിവെന്റ് ദ കണ്ടീഷൻ ഫ്രം വേഴ്സണിങ്. ഒരു പ്രത്യേക സാഹചര്യം, ഒരാൾക്ക് ഇപ്പോൾ കൈ ഒടിയോ കാല് മുറിയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒടിഞ്ഞതോ അല്ലെങ്കിൽ ആ മുറിഞ്ഞതോ കൂടുതൽ വഷളാവാതെ നോക്കുക. അത് വഷളാവുന്നതിന് മുൻപേ എത്രയും പെട്ടെന്ന് നമ്മൾ എവിടെ എത്തിക്കണം? ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതിന് മുൻപേ നമുക്ക് എന്തെങ്കിലും അയാൾക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ ഒടിഞ്ഞ ഭാഗത്തൊരു കൈ സഹായം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡിന്റെ രണ്ടാമത്തെ Pയിൽ അടങ്ങിയിരിക്കുന്ന ഭാഗമാണ്. അതായത് അവസ്ഥ വഷളാവുന്നതിന് മുൻപ് അത് എന്ത് ചെയ്യണം? തടയാൻ ശ്രമിക്കണം. അപ്പൊ നമ്മൾ ഒരാളുടെ ആ അവസ്ഥ വളരെ വഷളായ ശേഷം, മരണപ്പെടാനായ ശേഷം അയാൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഡോക്ടേഴ്സ് പറയുന്ന ഒരു വാക്കാണ് 10 മിനിറ്റ് മുൻപ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മുൻപ് എത്തിച്ചിരുന്നെങ്കിൽ നമുക്ക് രക്ഷിക്കാമായിരുന്നു. ആ സിറ്റുവേഷൻസ് എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ 5 മിനിറ്റിനുള്ളിൽ എത്തിക്കുന്നതിന് വരെ നമുക്ക് ആ ഒരു വ്യക്തിയെ സുരക്ഷിതമായി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിനകത്തുള്ള വഷളത അല്ലെങ്കിൽ അത് വഷളാവുന്നത് എന്ത് ചെയ്യണം? അത് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് രണ്ടാമത്തെ P എന്ന് പറയുന്നത്, പ്രിവെന്റ് ദി കണ്ടീഷൻ ഫ്രം വേഴ്സണിങ്. മൂന്നാമത്തെ P നോക്കിക്കേ, സുഖം പ്രാപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക. അതായത് പ്രയാസം കുറച്ച് പ്രൊമോട്ട് റിക്കവറി. അയാൾക്ക് കൂടുതൽ പ്രയാസം ഉണ്ടാവാത്ത രീതിയിൽ എന്ത് ചെയ്യുക? അയാൾ ഒരു റിക്കവറി, അയാൾക്ക് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഒരാളെ കൈ ഒടിഞ്ഞിട്ടിരിക്കുകയാണ്, അയാളെ എല്ല് പുറത്തോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാൾ ആ ഭാഗം അനക്കാതെ വെക്കുകയാണെങ്കിൽ, നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ ആ എല്ല് എന്ത് ചെയ്യില്ല, എല്ലിന് പ്രശ്നം വരില്ല. നമ്മൾ ആ എല്ലിനെ എവിടെയാണോ അത് ഡാമേജ് ആയിട്ടുള്ളത് അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിനെ നിർത്തും. അപ്പൊ അത് കൂടുതൽ വഷളാവാതെ വളരെ പെട്ടെന്ന് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസുഖം തിരുത്തി കൊണ്ടുവരല്, അസുഖം ഭേദമാകാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ 3 Pകൾ എപ്പോഴും ചോദ്യത്തിൽ കണ്ടിട്ടുണ്ട്. ഏതൊക്കെയാ നോക്കിയേ? ഒന്നാമത്തത് പ്രിസർവ് ലൈഫാണ്. രണ്ടാമത്തത് പ്രിവെന്റ് ദ കണ്ടീഷൻ ഫ്രം വേഴ്സണിങ്, അത് കൂടുതൽ വഷളാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൂന്നാമത്തത് പ്രൊമോട്ട് റിക്കവറി, അത് എത്രയും പെട്ടെന്ന് ആ വ്യക്തിക്ക് ആ ഒരു അസുഖം മാറാൻ വേണ്ടി ശ്രമിക്കാം. അടുത്ത നോക്കിയാലോ? അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഓരോ മുറിവുകൾ. നമുക്കിപ്പോൾ ഒരു സ്കൂളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് പഠിക്കുന്നതിൽ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂളിൽ ഇതുപോലത്തെ ഒരുപാട് കണ്ടീഷൻസ് വരും. കുട്ടികൾ വീഴും, കുട്ടികളെ കയ്യും കാലും ഒടിയും ഒക്കെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കണം എന്ന് ഉറപ്പായിട്ടും ഒരു അധ്യാപക അല്ലെങ്കിൽ അധ്യാപകൻ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടെ നമുക്ക് എന്തൊരു ടോപ്പിക്, ഈ ഫസ്റ്റ് എയ്ഡ് എന്നൊരു ടോപ്പിക്ക് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിത് പഠിക്കുന്നതിലൂടെ നമ്മുടെ എക്സാമിന് വേണ്ടി മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, സ്കൂളിൽ ഇതുപോലത്തെ അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ കരുതൽ എടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നത് കൂടെ ഒരു അറിവും കൂടിയാണ് എന്ത് ഈ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കാറ്റഗറി ഇതിൽ പറയുന്നതാണ് എന്ത്? ചെറിയ മുറിവുകൾ, ചെറിയ എന്തെങ്കിലും മുറിവുകൾ. കുട്ടികൾ ചിലപ്പം വീഴും, ഗ്രൗണ്ടിലൊക്കെ വീഴും, ചിലപ്പോൾ തൊലി പൊട്ടും,
നല്ല രീതിയിൽ മുറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ചെറിയ മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം എന്ത് മുറിവാണെങ്കിലും ചെറിയ പരിക്കുകളാണെങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? അതിനെ അണുവിമുക്തമാക്കണം, ഡിസ്ഇൻഫെക്റ്റഡ് ആക്കണം. ഇൻഫെക്റ്റഡ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്താക്കണം? ഡിസ്ഇൻഫെക്റ്റഡ് ആക്കണം, അഥവാ അണുവിമുക്തമാക്കണം. അണുവിമുക്തമാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് എന്ത്? ആ ഭാഗം നല്ല വൃത്തിയായി കഴുകുക. നല്ലോണം വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് ആ ഒരു ഭാഗത്തെ കഴുകി വൃത്തിയാക്കുക എന്നതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിലൂടെ തന്നെ പകുതി അതിലുള്ള ചെളിയും അതിനകത്ത് എന്തെങ്കിലും മണ്ണുകളോ എന്തുണ്ടെങ്കിലും അതെല്ലാം ഒരു തരം വരെ എന്ത് ചെയ്യും? ആ കഴുകളിലൂടെ അത് പോകും. രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അണുനാശിനി ലായനികൾ, എന്തെങ്കിലും ആന്റിസെപ്റ്റിക് ക്രീമുകൾ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് എന്ത് ചെയ്യുക? അവിടെ പുരട്ടി കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അതിനുശേഷം നമുക്ക് ആ ഒരു സ്ഥലത്ത് ഇനിയും എന്ത് ചെയ്യുക? ബാക്ടീരിയന്റെ എഫക്ഷൻ ഒന്നും വരാതിരിക്കാൻ, അല്ലെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ഒരു കോട്ടൺ പാഡ് വെച്ച് നമ്മൾ കെട്ടിക്കൊടുക്കുക. അതാണ് നമ്മൾ സ്കൂളിലും ചെയ്യുക. കുട്ടികൾ ഇങ്ങനെ കയ്യും കാലും മുറിച്ചിട്ട് വരും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ അതിനെ ആദ്യം തന്നെ കുട്ടികളോട് കഴുകി വരാൻ പറയും. അതിനുശേഷം നമ്മുടെ എല്ലാവരുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടാകുന്ന ഒരിതാണ് എന്ത്? ഡെറ്റോൾ എന്ന് പറയുന്നത്. ഡെറ്റോൾ ആണ് ഏറ്റവും നല്ല അണുനാശീകരണം എന്ന് പറയുന്ന വസ്തു. ആ ഡെറ്റോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അവിടെ എന്തെങ്കിലും വളരെ വലിയ മുറിവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ അത് കെട്ടിക്കൊടുക്കും. വളരെ ചെറിയ മുറിവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ബെറ്റാഡിൻ എന്ന് പറയുന്ന ക്രീം ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ നല്ല രീതിയിൽ അവരോട് സൂക്ഷിക്കാൻ വേണ്ടി പറയും. ഇങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ ചെയ്യരുത്. അതേപോലത്തെ കാര്യങ്ങൾ തന്നെ നമ്മൾ എവിടെയും പഠിക്കാനുള്ളത്. ചെറിയ മുറിവ് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഒന്നാമത്തത് എന്താണ്? ആ ഒരു ഭാഗത്ത് ശുദ്ധമായ വെള്ളവും സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കുക. രണ്ടാമത്തത് എന്താ? അവിടെ എന്തെങ്കിലും അണുനാശിനി ലായനങ്ങൾ, ഡെറ്റോൾ പോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ പുരട്ടി കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? മുറിവിന്റെ ദൈർഘ്യത നോക്കിയിട്ട് അത് കെട്ടിവെച്ച് നമ്മൾ എന്ത് ചെയ്യുക? കുട്ടികളെ സംരക്ഷിച്ച് കൊണ്ടുപോവുക. ഇതാണ് ചെറിയ മുറിവുകൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഇനി അടുത്ത ഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്കിയേ, പൊള്ളൽ. ഒരാൾക്ക് പൊള്ളൽ ഏൽക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും നല്ല രീതിയിൽ വേദന എടുക്കുന്ന ഒരു കാര്യമാണ് എന്ത്? പൊള്ളൽ ഏൽക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കൊരു ഭാഗത്ത് നല്ല രീതിയിൽ ചൂട് പറ്റുകയും നമ്മുടെ സ്കിന്നിന് അത് ഡാമേജ് ആവുകയും സ്കിന്നിൽ എന്തെങ്കിലും കുമിളകൾ പോലെ പൊന്തി വരികയും നല്ല രീതിയിൽ ചുവന്നു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എന്ത്? പൊള്ളുക എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? അത് മര്യാദയ്ക്ക് വൃത്തിയാക്കണം, നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം, നമ്മൾ അണുവിമുക്തമാക്കണം. അവിടെ നമ്മൾ എന്തുപയോഗിക്കണം? ആദ്യം തന്നെ ആ പൊള്ളിയ ഭാഗം വെള്ളമിട്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കണം. അതിനുശേഷമോ ഒരു 10 മുതൽ 15 മിനിറ്റ് എന്നുള്ള കണക്കാണ്. 10 മുതൽ 15 മിനിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ഭാഗം നല്ല രീതിയിൽ വെള്ളത്തിൽ കാണിക്കണം. എന്നാൽ മാത്രമേ അവിടെ എന്തെങ്കിലും ആ ഒരു അത്രയും പൊള്ളിയ ഭാഗം നല്ലൊരു ചൂട്, നല്ലൊരു ബേണിംഗ് സെൻസേഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതൊന്ന് തണുക്കണമെങ്കിൽ തന്നെ കുറച്ച് നമ്മൾ വെള്ളം വലുത് കാണിക്കണം. അപ്പം നല്ല രീതിയിൽ അത് തണുക്കുന്ന വരെ എന്ത് ചെയ്യുക? ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നല്ല രീതിയിൽ അത് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം എന്തെങ്കിലും കുമിളകൾ വന്നിട്ടുണ്ടെങ്കിൽ, കുരുക്കൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുമിളകൾ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യരുത്? അത് പൊട്ടിക്കാൻ ശ്രമിക്കരുത്. ആ കുമിളകൾ എന്ത് ചെയ്യരുത്? പൊട്ടിക്കാൻ ശ്രമിക്കരുത്. ആ പൊള്ളലേറ്റ ഭാഗത്ത് എന്തെങ്കിലും ക്രീമുകൾ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് തേക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ പൊള്ളലേറ്റിരിക്കുന്ന ആ ഒരു സൈഡ് അവിടെ നമുക്ക് പലതരം ക്രീമുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ അതിലേതെങ്കിലും 2-3 ക്രീമുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവിടെ നമുക്ക് പുരട്ടി കൊടുക്കുക. വലിയ പൊള്ളലാണെങ്കിൽ ഉറപ്പായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പായിട്ട് ഒരു ആശുപത്രിയിൽ അത് എത്തിക്കേണ്ടതാണ്. ചെറിയ പൊള്ളലാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യരുത്? ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കരുത്. നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ടൂത്ത് പേസ്റ്റ്. പൊള്ളലിന്റെ മുകളിൽ ടൂത്ത് പേസ്റ്റ് എന്ത് ചെയ്യരുത്? ഉപയോഗിക്കരുത്. കാരണം അതിനകത്ത് ഒരുപാട് എന്ത് കാണപ്പെടുന്നുണ്ട്? കെമിക്കൽസ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ആ വ്യക്തിയുടെ കാൽഭാഗം അല്ലെങ്കിൽ കൈഭാഗം പൊള്ളിയിട്ടുണ്ടാകും. അതിൽ ടൂത്ത് പേസ്റ്റ് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടുമായിരിക്കും. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ്. പിന്നീടായിരിക്കും അതൊരു ഡേഞ്ചർ ആയിട്ട് മാറും. മാക്സിമം എന്ത് ചെയ്യരുത്? പേസ്റ്റ് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ആന്റിസെപ്റ്റിക് ക്രീമുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടിവുകളാണ്. നമുക്കറിയാം അസ്ഥികൾ ഒടിയുന്ന ഭാഗം, നമ്മുടെ മസിൽസിന് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഇതെല്ലാം ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഒടിവുകളുടെ കാറ്റഗറിയിലാണ്. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഒടിവുകളുണ്ട്. ഒന്ന് ചിലപ്പോൾ ചെറിയൊരു ഒടിവായിരിക്കും, ചിലപ്പോൾ ഡിസ്ലൊക്കേഷൻ ആയിരിക്കാം, കയ്യിൽ നിന്ന് ആ ഒരു സന്ധിയിൽ നിന്ന് വിട്ടുപോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ എന്താ ചെറിയൊരു ഒടിവ്, ചതവ് മാത്രമേ ഉണ്ടാവുള്ളായിരിക്കും. ചിലപ്പോൾ എന്താ സംഭവിക്കും? ഈ എല്ല് മൊത്താകെ പൊട്ടിപ്പോയി എല്ലടക്കം പുറത്തോട്ട് നിൽക്കുന്ന അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ഭാഗം എന്താ? എവിടെയാണ് ഈ വ്യക്തിക്ക് പറ്റിയിട്ടുള്ളത്, എവിടെയാണ് വേദന പറയുന്നത്, ആ ഒരു ഭാഗം ആദ്യം തന്നെ ശ്രദ്ധിക്കണം. എവിടെയാണ് വേദന വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് ആ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് പുറത്ത് സിംറ്റംസ്, ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ നോക്കുക. ഇങ്ങനെ കല്ലിച്ച് കിടക്കുന്നതോ എല്ല് പുറത്തോട്ട് നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വീർത്ത് വന്നിട്ടോ നീര് വെച്ച പോലെയോ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് അവിടെ കാണുന്നുണ്ടോ നോക്കുക. അത് കണ്ടതിന് ശേഷം നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും എത്രമാത്രം പരിക്കുണ്ടെന്ന്. നമുക്ക് ഏകദേശം ഒരാൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യുക? ആ ഭാഗം മാക്സിമം എന്ത് ചെയ്യുക?
അനക്കാതിരിക്കുക. അത് നമ്മൾ കഴുകാനൊന്നും കൊണ്ടുപോകരുത്, ഒടിവുള്ള ഭാഗം കഴുകാനൊന്നും കൊണ്ടുപോകരുത്. അതെന്ത് ചെയ്യുക, മാക്സിമം അത് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിൽ തന്നെ നിൽക്കാൻ വേണ്ടി അതിന് സപ്പോർട്ട് കൊടുക്കുക മാത്രം ചെയ്യുക. അത് അനക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്ത് ചെയ്യുക, ഒടിഞ്ഞ ഭാഗം ചലിപ്പിക്കാൻ ശ്രമിക്കരുത്. ഒടിഞ്ഞ ഭാഗം എന്താ തടയാൻ വേണ്ടി നമുക്ക് ഭയങ്കരമായിട്ട് എല്ലൊക്കെ പുറത്തോട്ട് വന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നമ്മളൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വടിയുടെ സഹായത്തോടെ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ആ കൈ ഫ്രീ ആക്കാതെ നോക്കുക. അതായത് കൈ ഇങ്ങനെ വെറുതെ ഊരിയിടുന്ന സമയത്ത് അത് കൂടുതൽ വഷളാവുകയുള്ളൂ. അപ്പൊ എങ്ങനെയാണോ ആ സ്റ്റേറ്റ് ഉള്ളത്, ഇപ്പൊ ഇങ്ങനെയാണോ കൈ ഒടിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തന്നെ വെക്കുക, ഇങ്ങനെയാണ് ഒടിഞ്ഞിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കുക. പിന്നെ നമ്മൾ നേരെ ഇരിക്കുന്ന കൈയെ മടക്കി ഒടിച്ച് വെക്കാനൊന്നും ശ്രദ്ധിക്കരുത്. അത് ഇവിടെ നമുക്ക് വേറൊരു ഇൻഫെക്ഷൻ, വേറൊരു ഒടിവിന് സഹായം അത് കാരണമാവും. അപ്പൊ എന്ത് ചെയ്യണം, ആ ഒരു ഭാഗം അനക്കാതെ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഇങ്ങനെ അനക്കാതെ വെക്കുക, അവിടെ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക. അതിനുശേഷം എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, രോഗിയെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കണം. പൊള്ളലാണെങ്കിലും ചെറിയ മുറിവുകളാണെങ്കിലും നമുക്ക് ഒരുവിധമൊക്കെ നമുക്ക് അതിനെ ചികിത്സിക്കാൻ പറ്റും. പക്ഷെ ഒരു അസ്ഥി പൊട്ടിയതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒടിവുണ്ടാതാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വയം ചികിത്സ ചെയ്യരുത്. നമുക്കത് ഉറപ്പായിട്ട് നമുക്ക് വൈദ്യസഹായം ആവശ്യമാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ഒരു വ്യക്തി എന്ത് ചെയ്യുക, കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കാം. ക്ലിയർ ആണല്ലോ, ഇതിലൊരു സംശയമില്ലല്ലോ ഇത്രയും പറഞ്ഞതിൽ. ഇനി അടുത്തൊരു കാര്യമാണ് മൃഗങ്ങളുടെ കടി. നമുക്കറിയാം, നമുക്കിപ്പോൾ എത്രയോ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്ത്, നായകളുടെ കടി കേൾക്കുന്നത് അല്ലെ. റാബീസ് ഉള്ള, അതായത് പേ വിഷബാധയുള്ള നായകൾ വന്നിട്ട് മനുഷ്യരെ കടിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചെയ്യേണ്ടത്, നമുക്ക് എന്താ ഒരു നായന്റെ വായന്റെ അകത്ത് ഒരുപാട് ബാക്ടീരിയകളും വൈറസും ഉണ്ടാവും. അതെല്ലാം നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അണുവിമുക്തമാക്കണം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സോപ്പും വെള്ളവും ഉപയോഗിച്ച് ആ കടിച്ച ഭാഗം നല്ല വൃത്തിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം ഉടനെ തന്നെ എന്ത് ചെയ്യുക, ആന്റി റാബീസ് വാക്സിനേഷൻ. ആ നായ എന്ത് തരത്തിലുള്ളതാണെങ്കിലും, നമുക്ക് റാബീസ് ഉള്ളതാണെങ്കിൽ റാബീസ് ഇല്ലാത്തതാണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, നായ കടിച്ച് നമുക്ക് വളരെ കൃത്യമായി വലിയൊരു കടിപ്പാടൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാക്സിനേഷൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെറിയ നമുക്ക് വിരലിലൊക്കെ ചെറിയ കട്ടുണ്ടെങ്കിൽ നമ്മൾ TT വാക്സിനേഷൻ എങ്കിലും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഉറപ്പായിട്ട് ഒരു പേ വിഷബാധ നല്ല രീതിയിൽ ഒരു ഭാഗം കടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉറപ്പായി നമ്മൾ എന്ത് ചെയ്യണം, ആന്റി റാബീസ് വാക്സിനേഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ആ വ്യക്തിക്ക് റാബീസ് വരാതെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. മനുഷ്യർക്ക് റാബീസ് വന്നു കഴിഞ്ഞാൽ മൃഗങ്ങളെ പോലെ തന്നെ കുറയ്ക്കാനും വളരെ ഭയങ്കര രീതിയിൽ അവർ പെരുമാറാനും തുടങ്ങും, ഭയങ്കര വിഗ്രസായി പെരുമാറാൻ തുടങ്ങും. അതിലേക്കൊന്നും എത്തിക്കാതെ എത്രയും പെട്ടെന്ന് ആ ഒരു കടിച്ച ഭാഗം വൃത്തിയാക്കി അപ്പൊ തന്നെ എന്ത് ചെയ്യണം, ആന്റി വാക്സിനേഷനുകൾ നടക്കണം. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? നമ്മൾ ഫസ്റ്റ് എയ്ഡിനെ പറ്റി നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത് മൃഗങ്ങളുടെ കടി കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിനുശേഷം ഒടിവുകൾ സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്, പിന്നീടോ പൊള്ളൽ, ചെറിയ പൊള്ളലുകളൊക്കെ ഇറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ മുറിവുകൾ ഏറ്റാൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് 3 Ps എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ടോപ്പിക്. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നല്ലൊരു ക്ലാസ്സുമായി ഇനിയും കാണാം. താങ്ക്